അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസമായി ഇന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമായിട്ട് എനിക്കും തോന്നി. അതിന് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ക്രെഡിറ്റ് കൊടുക്കേണ്ടത് നമ്മുടെ ശോഭിച്ചേട്ടന് തന്നെയാണ്, ശോഭി തിലകൻ. നഗരസഭ ആരോരുമില്ലാതെ റോഡുകളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പാവങ്ങളെ കൊണ്ടുവന്ന് അവരെ പുനരധിവസിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ്. ഈ കേന്ദ്രത്തിൽ വെച്ച് തന്നെ ഏറെ ബഹുമാനിക്കുന്ന മലയാള സിനിമയിലെ അതുല്യ നടൻ കൂടിയായിട്ടുള്ള ശ്രീ തിലകൻ ചേട്ടൻ്റെ ഓർമ്മ പുതുക്കുന്ന ഒരു ഒത്തുചേരൽ ഇവിടെ സംഘടിപ്പിച്ചത് എന്തുകൊണ്ടും അദ്ദേഹത്തിനോടുള്ള ആദരവ് നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രകടിപ്പിക്കുന്നത് പോലെയാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. പാവപ്പെട്ട മനുഷ്യരോട് അദ്ദേഹം കാണിച്ചിട്ടുള്ള ജീവിതത്തിൻ്റെ ആരംഭകാലത്ത് കാണിച്ചിട്ടുള്ള താല്പര്യവും സഹാനുഭൂതിയുമാണ് അദ്ദേഹത്തിൻ്റെ ചരമദിനം തലസ്ഥാന നഗരിയിലെ നഗരസഭയുടെ ഈ സ്ഥാപനത്തിൽ അദ്ദേഹത്തിൻ്റെ ചരമദിനം ആചരിക്കാൻ അദ്ദേഹത്തിൻ്റെ മകൻ മുന്നോട്ട് വന്നപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകർ അതുമായിട്ട് സഹകരിക്കാനുണ്ടായത്. അച്ഛനെക്കുറിച്ചുള്ള അനുസ്മരണ സമ്മേളനങ്ങൾ ഇതിലും വലിയ വിപുലമായി നടത്താനുള്ള അവസരം ലഭിച്ചാൽ പോലും ഇവിടുത്തെ അന്തേവാസികളെ മറന്നുകൊണ്ടുള്ള ഒരു ചടങ്ങ് എനിക്കില്ല. അത് ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചിരിക്കുന്നതാണ്. കാരണം ഇതുപോലെയുള്ള ആളുകളെ സംരക്ഷിക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്ന ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു എൻ്റെ അച്ഛൻ. അച്ഛൻ്റെ ഉള്ളിലുള്ള ആ ഒരു ആഗ്രഹം ഞാൻ എന്നിലൂടെ പൂർത്തീകരിക്കാൻ ശ്രമിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു ദിവസത്തെ എൻ്റെ ഈ ഒരു കർമ്മം അച്ഛൻ്റെ ആത്മാവിന് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.